ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മുടെ SCERT സീരീസിന്റെ 11ാമത്തെ ക്ലാസ് ആണിത്. ഈ ഒരു സീരീസിൽ ഇതുവരെ 10 ക്ലാസ്സുകളാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും എല്ലാ ക്ലാസ്സും കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി വരുന്ന മാസങ്ങളിൽ ഒരുപാട് എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, ഈ കഴിഞ്ഞ 10th പ്രിലിംസിന്റെ മെയിൻ എക്സാംസ് ഒക്കെ വരുന്നത് മെയ് ജൂൺ മാസങ്ങളിലാണ്. അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം വരുന്നുണ്ട്. അതുപോലെ സിവിൽ എക്സൈസ് ഓഫീസർക്ക് വേണ്ടിയിട്ടുള്ള എക്സാം വരുന്നുണ്ട്. അങ്ങനെ നിരവധി എക്സാമുകളാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ SCERT സീരീസ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി സൺഡേ ഒഴികെ ഡെയിലി നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സിനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് ഉണ്ടാവും. അതുകൊണ്ട് വിട്ടുപോകാതെ ഓരോ ക്ലാസ്സും ഫോളോ ചെയ്യാൻ ശ്രമിക്കണേ. അതുപോലെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ഉടൻ തന്നെ ജോയിൻ ചെയ്ത് നമ്മുടെ ഓരോ ക്ലാസ്സിനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള പോൾ എക്സാമും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണേ. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് പാർട്ട് 2 ആണ് നോക്കാൻ പോകുന്നത്. ടോട്ടൽ 4 ചാപ്റ്റേഴ്സ് ആണ് ഈ ഒരു പാർട്ട് 2-ലുള്ളത്. ആദ്യത്തെ ചാപ്റ്ററായ കയ്യെത്തും ദൂരത്ത് ആകാശം എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് 6ാമത്തെ ചാപ്റ്ററായ ഊർജ്ജ സ്രോതസ്സുകളാണ് പഠിക്കാനുള്ളത്. ഊർജ്ജ സ്രോതസ്സുകൾ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത്. ഊർജത്തെ നമുക്ക് കാണാൻ കഴിയില്ല, വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാകുന്നു. അപ്പോൾ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. ഊർജത്തെ നമുക്ക് കാണാൻ കഴിയില്ല, വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ് അത് പ്രകടമാകുന്നത്. ചൂട്, പ്രകാശം തുടങ്ങിയവ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ രൂപങ്ങളാണ്. അപ്പോൾ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. ഊർജത്തെ നമുക്ക് കാണാൻ കഴിയില്ല, വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ് അത് പ്രകടമാകുന്നത്. ചൂട്, പ്രകാശം തുടങ്ങിയവ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ രൂപങ്ങളാണ്. അടുത്തത് ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കത്തുന്ന ഒരു വിറകടുപ്പിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. വിറക്, മണ്ണെണ്ണ, LPG, പെട്രോൾ, ഡീസൽ, കൽക്കരി തുടങ്ങിയ ധാരാളം വസ്തുക്കൾ ഇന്ധനങ്ങളായി ഉപയോഗിക്കുന്നു. അപ്പോൾ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെയാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. വിറക്, മണ്ണെണ്ണ, LPG, പെട്രോൾ, ഡീസൽ, കൽക്കരി തുടങ്ങിയ ധാരാളം വസ്തുക്കൾ ഇന്ധനങ്ങളായിട്ട് ഉപയോഗിക്കുന്നു. കത്താൻ വായു ആവശ്യമുണ്ടോ? ഒരു പരീക്ഷണം ചെയ്തു നോക്കാം. ഒരേ വലിപ്പമുള്ള 2 മെഴുകുതിരികൾ എടുക്കുക. രണ്ടും കത്തിച്ചു വെക്കുക. ഗ്ലാസ് കൊണ്ട് ഒരു മെഴുകുതിരി മൂടുക. 2 മെഴുകുതിരികളും നിരീക്ഷിക്കുക. അവയ്ക്ക് എന്ത് സംഭവിച്ചു? ഈ ഒരു പരീക്ഷണത്തിൽ നിങ്ങൾ എന്ത് ചെയ്ത നിഗമനം എന്താണ്? ഇത് കുട്ടികൾക്കുള്ളൊരു പരീക്ഷണമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പരീക്ഷണത്തിന്റെ നിഗമനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായുവില്ലാതെ അടച്ചു വെച്ചിട്ടുള്ള മെഴുകുതിരി എന്താണ്, അണഞ്ഞു പോവുകയാണല്ലേ ചെയ്യുന്നത്. അപ്പോൾ കത്താൻ വായും ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്. ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് പോയിന്റ്സ് നമുക്ക് അറിയുന്നതുണ്ടാവും, അറിയാത്ത കുറച്ച് പോയിന്റ്സും ഉണ്ടാവും. അപ്പോൾ അറിയാത്ത പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം. നമ്മുടെ PSC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു SCERT വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഓരോ പോയിന്റ്സും വിട്ടുപോകാതെ പഠിക്കുക. ഇന്ധനങ്ങളുടെ മറ്റു ഉപയോഗങ്ങൾ. ബസ്, ലോറി, മണ്ണുമാന്തി യന്ത്രം തുടങ്ങിയ വലിയ വാഹനങ്ങളിൽ പൊതുവെ ഡീസലാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. എന്നാൽ കാർ, ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ഗ്യാസും ഉപയോഗിക്കുന്നുണ്ട്. ഫാക്ടറികളിൽ കൽക്കരി, ഗ്യാസ്, നാഫ്ത തുടങ്ങിയവ ഉപയോഗിക്കുന്നു. വിമാനങ്ങളിൽ ജെറ്റ് ഫ്യൂവലാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ബസ്, ലോറി, മണ്ണുമാന്തി യന്ത്രം തുടങ്ങിയ വലിയ വാഹനങ്ങളിൽ പൊതുവെ ഡീസലാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. കാറ്, ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ഗ്യാസും ഉപയോഗിക്കുന്നുണ്ട്. ഫാക്ടറികളിൽ കൽക്കരി, ഗ്യാസ്, നാഫ്ത തുടങ്ങിയവ ഉപയോഗിക്കുന്നു. വിമാനങ്ങളിൽ ജെറ്റ് ഫ്യൂവലാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. ഉറവിടം എന്ത്? പെട്രോൾ, ഡീസൽ തുടങ്ങിയവ പെട്രോൾ പമ്പിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് അന്വേഷിച്ചറിയൂ. ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് ഇവ ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്രോളും ഡീസലൊക്കെ ഉണ്ടാക്കുന്നത് ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ്. ക്രൂഡ് ഓയിൽ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നറിയാമോ? ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവയുണ്ടാകുന്നത്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ എന്നിവയും പാചകത്തിന് ഉപയോഗിക്കുന്ന LPGയും ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ചില ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ ക്രൂഡ് ഓയിൽ എങ്ങനെയാണ് രൂപപ്പെടുന്നത്?
ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവയുണ്ടാകുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായ പെട്രോള്, ഡീസൽ, മണ്ണെണ്ണ എന്നിവയും പാചകവാതകമായ LPGയും ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ചില ഉൽപ്പന്നങ്ങളിൽ പെടുന്നവയാണ്. അടുത്തതായിട്ട് എണ്ണക്കിണർ, എണ്ണ ശുദ്ധീകരണശാല, അതുപോലെ പെട്രോൾ പമ്പ്, ഇതിനൊക്കെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഡീസൽ, വൈദ്യുതി എന്നിവ പ്രചാരത്തിലാകുന്നതിന് മുമ്പ് തീവണ്ടി, കപ്പൽ തുടങ്ങിയവ ഓടിക്കാനും വ്യവസായശാലകൾ പ്രവർത്തിപ്പിക്കാനും കൽക്കരിയാണ് ഇന്ധനമായി ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ താപവൈദ്യുത നിലയങ്ങളിലാണ് കൽക്കരി പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഡീസലും വൈദ്യുതി എന്നിവയൊക്കെ പ്രചാരത്തിലാകുന്നതിന് മുമ്പ് തീവണ്ടി, കപ്പൽ തുടങ്ങിയവ ഓടിക്കാനും വ്യവസായശാലകൾ പ്രവർത്തിപ്പിക്കാനും കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ്, ഡീസലും വൈദ്യുതി ഒക്കെ ഉപയോഗിച്ചാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കൽക്കരി എവിടെയാണ് യൂസ് ചെയ്യുന്നത്? താപവൈദ്യുത നിലയങ്ങളിലാണ് കൽക്കരി പ്രധാനമായിട്ടും ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത്. ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും. ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നു. അപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത്. ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും. ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നു. അടുത്തതായിട്ട് 3 തരം തീവണ്ടികളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. കാലക്രമത്തിൽ തീവണ്ടിയുടെ ഇന്ധന ഉപയോഗത്തിൽ വന്ന മാറ്റം നോക്കൂ. ഒന്നാമത്തെ ചിത്രത്തിൽ കൽക്കരി തീവണ്ടിയാണ്, രണ്ടാമത്തത് ഡീസൽ തീവണ്ടി, മൂന്നാമത്തത് വൈദ്യുത തീവണ്ടി. ഇത് ഓരോ കാലക്രമത്തിൽ തീവണ്ടിയുടെ ഇന്ധന ഉപയോഗത്തിൽ വന്ന മാറ്റമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഒന്നാമത്തത് കൽക്കരി തീവണ്ടി, രണ്ടാമത്തത് ഡീസൽ തീവണ്ടി, മൂന്നാമത്തത് വൈദ്യുത തീവണ്ടി. വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തീവണ്ടികളാണ് ഇപ്പോൾ കൂടുതലുള്ളത്. ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഊർജ രൂപമാണ് വൈദ്യുതി. വൈദ്യുതി ഇല്ലാത്ത ജീവിതം നമുക്കിന്ന് സങ്കല്പിക്കാൻ പോലും ആവില്ലല്ലോ. എങ്ങനെയായിരിക്കും വൈദ്യുതി ഉണ്ടാക്കുന്നത്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വിവിധ രീതികളുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ ഹെഡിങ് ആണ് ജലവൈദ്യുതി അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. കെട്ടിനിർത്തിയ ജലത്തിന്റെ ഊർജം ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനുവേണ്ടി വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്നു. ഇത് ആവശ്യത്തിനനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇപ്പോൾ ജലവൈദ്യുതി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. കെട്ടിനിർത്തിയ ജലത്തിന്റെ ഊർജം ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനുവേണ്ടി വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്നു. ഇത് ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്ത ഹെഡിങ് ആണ് കാറ്റിൽ നിന്നും വൈദ്യുതി. 2 ചിത്രം കൊടുത്തിട്ടുണ്ട്. ഓലപ്പമ്പരം, അതുപോലെ കാറ്റാടിപ്പാടം. കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഈ കഴിവ് ഉപയോഗപ്പെടുത്തി നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ഇതിനുള്ള ഉപകരണമാണ് കാറ്റാടി യന്ത്രം അഥവാ വിൻഡ് മിൽ. വിൻഡ് മില്ലിലെ പങ്കകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ ടർബൈൻ കറങ്ങുന്നു. ഈ ഊർജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പം എന്താണ്, വിൻഡ് മില്ലിലെ പങ്കകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ ടർബൈൻ കറങ്ങുന്നു. ഈ ഊർജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിൽ രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി എന്നിവിടങ്ങളിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ എവിടേക്കാണ്? രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി എന്നിവിടങ്ങളിലാണ് ഈ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. മനുഷ്യന് പണ്ട് മുതലേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഊർജ രൂപമാണ് കാറ്റ്. സമുദ്രങ്ങളിലൂടെയും നദികളിലൂടെയുമുള്ള യാത്രക്ക് കാറ്റിന്റെ ശക്തി ഉപയോഗിച്ചിരുന്നു. കൊടുങ്കാറ്റിന് വളരെയധികം ഊർജമുള്ളതിനാൽ ഇവ കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ഇന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പിലൂടെ ഇത്തരം കാറ്റുകളെ സാധ്യത മുൻകൂട്ടി അറിയാനാവും. മുന്നറിയിപ്പുകൾ അനുസരിച്ച് മുൻകരുതലുകൾ എടുത്താൽ അപകടങ്ങളും നാശനഷ്ടങ്ങളും കുറയ്ക്കാനാകും. അടുത്ത ഹെഡിങ് ആണ് സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജം. അടുത്തതായിട്ട് സോളാർ കുക്കറിൻ്റെയും സോളാർ വാട്ടറിൻ്റെയും അതുപോലെ സോളാറിൽ പ്രവർത്തിക്കുന്ന മറ്റു ഉപകരണങ്ങളൊക്കെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവയിലുള്ള സൗരോർജ പാനലുകൾ സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നു. സൗരോർജ പാനലിലുള്ള സൗരോർജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതാണ് സൗരോർജ പാനലിലുള്ള സൗരോർജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്.
വീടുകളിലും സ്ഥാപനങ്ങളിലും സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ഹെഡിംഗ് ആണ് വൈദ്യുത വാഹനങ്ങൾ. പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റോട് കൂടിയ വാഹനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവയാണ് വൈദ്യുത വാഹനങ്ങൾ. അടുത്തൊരു മെയിൻ ഹെഡിംഗ് ആണ് പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയ ഊർജ്ജ സ്രോതസ്സുകളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്നവയല്ല. ഇവ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് അറിയപ്പെടുന്നു. ഈ ഊർജ്ജ സ്രോതസ്സുകൾ വായു മലിനീകരണം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ റിന്യൂവബിൾ എനർജി സോഴ്സസിൽ പെടുന്ന, അതായത് പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ പെടുന്നവയാണ്. ഈ ഊർജ്ജ സ്രോതസ്സുകൾ വായു മലിനീകരണം ഉണ്ടാക്കുന്നില്ല. അടുത്തതായി ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. കൊച്ചിൻ എയർപോർട്ട് പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലേത്. ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സൗരോർജ്ജ പാനലുകൾ ഉപയോഗിച്ചാണ്. അപ്പോൾ കൊച്ചിൻ എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്താണ്? പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലേത്. അപ്പോൾ ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സൗരോർജ്ജ പാനലുകൾ ഉപയോഗിച്ചാണ്. അടുത്തതാണ് ബയോഗ്യാസ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഇന്ധനം ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാകുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ്. അപ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്നുണ്ടാക്കുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ്. താഴെ നൽകിയിരിക്കുന്ന മാർഗങ്ങളും ഊർജ്ജോൽപാദനത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഏതൊക്കെയാണ്? ഡീസൽ, കൽക്കരി താപനിലയങ്ങൾ, തിരമാലയിൽ നിന്നുള്ള ഊർജം, ഭൂതാപോർജം, അണുശക്തി. ഇവയൊക്കെ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? ഊർജ്ജോൽപാദനത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഡീസൽ, കൽക്കരി താപനിലയങ്ങൾ, തിരമാലയിൽ നിന്നുള്ള ഊർജം, ഭൂതാപോർജം, അണുശക്തി. അടുത്തൊരു ഹെഡിങ് കൊടുത്താണ് ചൂടാറാ പെട്ടി. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ളൊരു മാർഗം ഊർജ്ജനഷ്ടം തടയലാണ്. ഭക്ഷണത്തിൻ്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പാതി വെന്ത ഭക്ഷണം പൂർണ്ണമായി വെന്തു കിട്ടാനും ഉപയോഗിക്കുന്ന വളരെ ലളിതമായൊരു ഉപകരണമാണ് ചൂടാറാ പെട്ടി. ചൂട് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തിയാണ് ഇവിടെ ഊർജ്ജം ലാഭിക്കുന്നത്. അപ്പോൾ ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ളൊരു മാർഗ്ഗമാണ് ഊർജ്ജനഷ്ടം തടയലാണ്. ഭക്ഷണത്തിൻ്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പാതിവെന്ത ഭക്ഷണം പൂർണ്ണമായി വെന്ത് കിട്ടാനും ഉപയോഗിക്കുന്ന വളരെ ലളിതമായൊരു ഉപകരണമാണ് ചൂടാറാ പെട്ടി. അപ്പോൾ ചൂട് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തിയാണ് ഇവിടെ ഊർജ്ജം ലാഭിക്കുന്നത്. അടുത്തൊരു ഹെഡിങ് ആണ് ഭാവിയുടെ ഇന്ധനങ്ങൾ. ഫോസിൽ ഇന്ധനങ്ങളുടെ വിവിധ ഉപയോഗങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇവയുടെ പരിമിതികൾ എന്തെല്ലാമാണ്? ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നതാണ് ഒന്നാമത്തെ പരിമിതിയായിട്ട് വരുന്നത്. രണ്ടാമത്തേത് എന്താണ്? വായു മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ഇത് കത്തുമ്പോഴുള്ള ഇന്ധനങ്ങളൊക്കെ കത്തുമ്പോഴുള്ള പുക കാരണം വായു മലിനീകരണം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ പരിമിതികളില്ലാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ. അപ്പോൾ ഈ പരിമിതികളൊക്കെ മറികടക്കുന്ന പുതിയ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രലോകം. ഹൈഡ്രജൻ, ജൈവ ഡീസൽ എന്നിവ ഇത്തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഇന്ധനങ്ങളാണ്. ഇത്തരം ഇന്ധനങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കൂ. ഇത് കുട്ടികൾക്കൊരു വർക്ക് കൊടുത്തതാണ്. ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുക എന്നുള്ളതും അതുപോലെ തന്നെ വായു മലിനീകരണം, പരിസ്ഥിതിക മലിനീകരണം ഉണ്ടാക്കുക എന്നുള്ള ഈ പരിമിതികളൊന്നും ഇല്ലാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് സൂര്യപ്രകാശവും കാറ്റ്, തിരമാല തുടങ്ങിയവ. അല്ലാതെ തന്നെ ഹൈഡ്രജൻ, ജൈവ ഡീസൽ എന്നിവ ഇത്തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഇന്ധനങ്ങളുമാണ്. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു ചാപ്റ്ററും നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവാണ്. അങ്ങനെ ഒരുപാട് പോയിന്റ്സ് ഉള്ളൊരു ചാപ്റ്റർ ഒന്നും അല്ലായിരുന്നു, എങ്കിലും കുറച്ച് പോയിന്റ്സ് ഒക്കെ നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള പോയിന്റ്സ് ഒക്കെ തന്നെയാണ് ഇതിലുള്ളത്. റിന്യൂവബിൾ എനർജി, നോൺ റിന്യൂവബിൾ എനർജി ഒക്കെ നമുക്ക് PXC എക്സാമിൻ്റെ സിലബസിൽ ഉണ്ടാവാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങളെ ജോയിൻ ചെയ്യാത്തവർ ഇതിൽ കയറി ജോയിൻ ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.